ഈ ചൊവ്വാദോഷം കൊണ്ട് കല്യാണം കഴിക്കാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഞാൻ. അച്ഛൻ എന്ന് പറയുന്നത് ആ നാട്ടിൽ ആരും കെട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവനെയും കെട്ടാൻ സമ്മതിക്കില്ല. ഇതിനകത്തൊരു വടംവലിയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട്? കാരണം വത്സലയുടെ താഴെ കണ്ടോ, ആ വത്സല എന്ന് പറയുന്ന ചേച്ചിയില്ല അവിടുത്തെ ചേച്ചി തൂങ്ങി മരിച്ചത് ആ കയറാണ്. ആ അവസ്ഥയായിരുന്നു. പുള്ളിക്ക് ഒരു മുണ്ട് മേടിക്കാൻ പോലും കാശില്ല. ഞാൻ ഡയറക്ടറിനെ കണ്ട അങ്ങേർക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു മുണ്ട് പോലും ഇല്ല. ഒരു അടിക്കുന്ന ഒരു സീന, അപ്പൊ ഒരു ഷോട്ട്, അപ്പൊ അത് എടുത്തു കൊണ്ടു, നല്ല പടാർന്ന് കേട്ടു. പക്ഷെ എല്ലാവർക്കും ജോലിനെ കാണുമ്പോൾ പെങ്ങളെ അത് ഇടിയല്ല, മരണവിപ്രാളം എന്ന് പറയും. ഇടിയല്ല. ഏതാ നിങ്ങളെന്താ എനിക്ക് ഇടി അടിയും കിട്ടിയ കാര്യം ഇവിടെ പറയാത്തത്? അതെനിക്ക് കേൾക്കണം. ഫോറൻസിക്കാ ഈ ക്രൈം സീനിലുണ്ടോ? എനിക്ക് മറ്റേ ഇതില്ലേ, പഴയ ഒരു സിനിമയുണ്ട് നമ്മുടെ പെരുവണ്ണാമൃത്ത് വിശേഷം. എനിക്ക് ആ ഒരു മൂഡായിട്ട് തോന്നി. വൺ ഓഫ് ദ ഫൈനസ്റ്റ് കല്യാണ മുടക്കി ഇൻ ഭാരതക്കുന്ന്. നീ എന്തിനാ ഇവിടെ കിടന്നൊരു സമയം കളയുന്നു? നിന്റെ പാഷൻ മൊത്തം സിനിമയല്ല. അപ്പൊ നീ ഇത് റിസൈൻ ചെയ്തിട്ട് ആ മനുഷ്യൻ കാരണമാണ് ഇപ്പൊ ഞാൻ കിടന്ന്. അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമുള്ളൂ, എന്താ കാർത്തികേട്ട കല്യാണത്തിനെ പറ്റിയുള്ള സങ്കല്പം? ഞാൻ കേട്ട് 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 ഞാൻ വത്സല ക്ലബ് ഒരു ക്രിഞ്ച് കല്യാണ മൂവി ടീമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. കാർത്തിക് ശങ്കർ, രൂപേഷ് പീതാംബരൻ ആൻഡ് ഗൗരി ഉണ്ണിമായ. വെൽക്കം. വത്സല ക്ലബ് ഒരു ക്രിഞ്ച് കല്യാണം. ആസ് യൂഷ്വൽ എനിക്ക് ഏറ്റവും സംശയമുള്ളത് ആ പേരെങ്ങനെ വന്നു എന്നുള്ളത് തന്നെയാണ്. അല്ല, ഇനി ഞാൻ പറഞ്ഞാൽ അത് സംവിധായകന്റെ ബുദ്ധിപരമായ നീക്കമാണ്. പടം കണ്ടു കഴിഞ്ഞിട്ട് ആരും നാട്ടിൽ പറയുന്നതിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയില്ല ക്രിഞ്ചാന്നാ. അങ്ങനെയല്ല, ഇതൊരു ഫാന്റസി ലാൻഡിൽ നടക്കുന്ന ഒരു പരിപാടി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാന്റസി ലാൻഡിൽ ആ ഗ്രാമത്തിൽ ആരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ക്ലബിൽ ഒരു 5 അംഗങ്ങളുണ്ട്. അപ്പൊ അവര് ഇതിനെതിരായിട്ട് ഒരു കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. മൊത്തം ഫണ്ണാണ്. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, അതില് ഇപ്പൊ കല്യാണം എപ്പോഴും ക്രിഞ്ചാണല്ലോ. എപ്പോഴും നമ്മൾ കല്യാണം എന്ന് പറയുമ്പോൾ സിനിമയിൽ എപ്പോഴും സംഭവിക്കുന്ന എല്ലാ ബഹളങ്ങളും ഉള്ളൊരു പരിപാടി. കല്യാണം ക്രിഞ്ചാന്ന് പറയാൻ കാരണം കല്യാണം സിനിമയാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ ഇതിലും ഉണ്ട്. പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര വ്യത്യസ്തമായ രീതിയിൽ. വത്സല ക്ലബിൽ 5 പേരുണ്ട്. 5 പേരിൽ ഒന്ന് കാർത്തി, ഒന്ന് ഞാൻ, പിന്നെ അഖിൽ കവലിയൂരുണ്ട്, അമ്പി പ്രദീപ് ഉണ്ട്, പിന്നെ വൈശാഖ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ആക്ടർ ഉണ്ട്. ഈ പ്രമോയില് കണ്ടായിരുന്നു ചേട്ടൻ അമ്മൂമ്മേന്റെ പേരാണ് വത്സല, അങ്ങനെ തന്നെയാണോ? പടത്തിന്റെ പേര് സൂപ്പർ അല്ലേ? എന്റെ അമ്മൂമ്മയുടെ പേര് എന്താ വത്സല. പ്രൊമോഷനിൽ എന്തും ചെയ്യാലോ, പ്രൊമോയിൽ എന്തും ചെയ്യാലോ അല്ലേ? ഞങ്ങളുടെ ക്ലബിന്റെ ആ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന ആളാണ് വത്സല എന്ന് പറയുന്ന ഒരു ചേച്ചി. അപ്പൊ ആ ചേച്ചി അവിടെ മരിച്ചപ്പോ ഞങ്ങളത് ക്ലബ്ബാക്കി മാറ്റിയതാ. വലിയ ചേച്ചി ഒരു റോൾ എന്താ സിനിമയില്? അതൊരു ഇമ്പോർട്ടന്റ് റോളാണ്, പക്ഷെ അതൊരു ത്രൂ ഔട്ട് റോൾ അല്ല. ഒരു പ്രധാന ഒരു പോയിന്റിൽ വരുന്നതായിട്ടുള്ള ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര അങ്ങനെയുള്ള ഒരു റോളാണ്. ആ കഥാപാത്രം ഇല്ലെങ്കിൽ ആ കഥ പിന്നെ മുന്നോട്ട് പോകില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പവർഫുൾ ഈ എന്താ പറയാ, ഗൗരിയുടെ ക്യാരക്ടർ ഞങ്ങളുടെ ക്ലബിലോട്ട് വഴി തെറ്റി വരുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ ഇത് എന്താ പറയാ, ഗൗരിയുടെ ക്യാരക്ടർ ഇല്ലെങ്കിൽ കഥ മുന്നോട്ട് പോകില്ല. അങ്ങനത്തെ ഒരു ആരും ഇല്ലെങ്കിലും കഥ മുന്നോട്ട് പോകില്ല. അതറിയില്ലേ? ആ കഥയിലാണെന്ന് ഇപ്പൊ കാർത്തി വേണം, ഞാനും ഇല്ലെങ്കിലും വേറെ ആരെങ്കിലും കഥ മുന്നോട്ട് പോകും. പക്ഷെ നിങ്ങളുടെ പ്ലേസ് അവിടെ ഇമ്പോർട്ടന്റ് ആണല്ലോ. സംവിധായകന്റെ ബുദ്ധി. ഓക്കെ, ഇതുപോലെ പ്രമോന്റെ കാര്യം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഗൗരി അതിനകത്ത് കിടന്നുറങ്ങുന്ന പക്ഷെ ഒരു താരജാട ഇല്ലാത്ത നായിക കേട്ടോ, ഭയങ്കര ഡൗൺ ടു എർത്ത്. അതിന് നായിക എന്നുള്ളൊരു ബോധമൊന്നുമില്ല. അതിന് ബോധമേ ഇല്ല. നായികയാണെന്ന് പോലും അറിയത്തില്ലാത്ത എപ്പോഴും ഉറങ്ങുന്ന ഒരു ഉറങ്ങുന്നതല്ല സംഭവം. അന്നത്തെ ഷൂട്ടിന്റെ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എന്തോ ബ്രേക്ക് വന്നു, ക്യാമറ എന്തോ മാറ്റാനോ അങ്ങനെ എന്തോ കുറച്ച് കൂടുതൽ സമയം ടൈം വന്നു. എല്ലാവരും ഉറങ്ങി. അപ്പൊ എനിക്ക് ലാസ്റ്റ് സ്ഥലം, നമ്മൾ ആ ക്യാരവൻ കുറച്ച് അപ്പുറത്തേക്കായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ തന്നെ സ്ഥലം പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറച്ച് സ്ഥലം കിട്ടിയപ്പോ ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങി. അപ്പോഴത്തേക്ക് ഇവരൊക്കെ ഉറക്കം എണീറ്റു. അപ്പൊ ഇവര് എന്റെ വീഡിയോ വന്ന് എടുത്തു. പക്ഷെ എന്റെ കയ്യില് ഇവൻ ഉറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ ഗൗരി പറഞ്ഞ് യോജിക്കുന്നതാണ്. ഗൗരി അങ്ങനെ ഉറങ്ങാറില്ല. 1 മിനിറ്റ് കിട്ടി കിടന്ന് ഉറങ്ങുന്ന ആളെനിക്കറിയാം, തൊട്ട് കാണിക്കും.
കാർത്തികയുടെ ഭയങ്കര ഉറക്കഭ്രാന്തനാണോ? ഞാൻ അത്യാവശ്യം ഭയങ്കര അതായത് 5 മിനിറ്റ് കിട്ടി കഴിഞ്ഞാല് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ എണീക്കും. നിങ്ങളുടെ സെറ്റിലെ മൊത്തത്തിലുള്ള കുംഭകർണനാണോ? കുംഭകർണൻ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ എണീക്കില്ല എന്നുള്ളതല്ലേ. ഇത് അങ്ങനെയല്ല, സമയമാകുമ്പോ പെട്ടെന്ന് എണീറ്റ്. അതായത് അറിയില്ലേ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. അവിടെ എന്താ പറയാ, ഷോർട്ട് റെഡി എന്ന് പറഞ്ഞാൽ ചാടി ഇട്ട് കണ്ണൊക്കെ തിരുമ്പി വന്നിട്ട് നമ്മൾ കണ്ടിരുന്ന, ഞാൻ സാധാരണ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീറ്റ് മുകളിൽ വീർത്തിരിക്കും. അങ്ങനെയൊന്നും ഇല്ല. ഡെയിലി വീഡിയോ ചെയ്യുന്നതിന്റെ ഡയറക്ട് ചെയ്യുന്നതിന്റെ ഗുണമാണെന്ന് തോന്നുന്നത് അല്ലേ? അല്ല, ആക്ച്വലി സത്യം പറഞ്ഞല്ലേ, ഒരു ദിവസം എന്തോ പറഞ്ഞു തോന്നുന്നു. ഒരു ദിവസം എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്റ്റെൻഡഡ് ടൈം കിട്ടിയപ്പോ കുറച്ച് എക്സ്റ്റെൻഡ് ആയി ഉറങ്ങിപ്പോയിട്ടായിരിക്കും. അതൊന്നും ഒരു ദിവസം കണ്ടല് മനസ്സിലായപ്പോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് കാർത്തികിനെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാറുണ്ടല്ലേ. എനിക്ക് പക്ഷെ തോന്നുന്നത് വെച്ചാല്, ഞങ്ങള് സാധാരണ ഷൂട്ട് 8-9 മണിയാകുമ്പോൾ തീർന്ന് എല്ലാ റൂമിലോട്ട് എത്തുമല്ലോ. അപ്പൊ ഇദ്ദേഹം റൂമിൽ ഇരുന്നിട്ട് അന്ന് രാത്രി പോകാനുള്ള കോണ്ടന്റ് അവിടെ കിടന്ന് മിക്സ് ചെയ്തോണ്ടിരിക്കുക, മ്യൂസിക് ചെയ്തോണ്ടിരിക്കുക, പണിയെടുക്കുന്നുണ്ട്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. ചേട്ടൻ എങ്ങനെയാ ഇപ്പൊ നോർമലി ചേട്ടന്റെ യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ദിവസവും വീഡിയോസാ അല്ലെ, വലിയ ഗ്യാപ്പ് വരുന്നില്ല. അതെങ്ങനെയാ ചേട്ടൻ സാധിക്കുന്നത്? ഇത്രയും കോണ്ടന്റ്, അതും ചേട്ടൻ തന്നെയാണ് എല്ലാം ഡയറക്ട് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് എഴുതുന്നത്. അല്ല, അത് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ ചെയ്യുന്നത്. പിന്നെ ഷൂട്ടിന്റെ ഇടയ്ക്കും നമ്മള് ഷൂട്ട് വരുന്നു എന്ന് അറിയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വീഡിയോസ് എടുത്തു വെക്കും. ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നത്. പിന്നെ ഞാൻ തന്നെ എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം ഞാൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ഞാൻ തന്നെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഈ ഗ്യാപ്പിൽ ഇരുന്ന് ചെയ്ത് ഇടുകയും ചെയ്യാം. മൾട്ടി ടാലന്റഡ്. അതെ, മൾട്ടി ടാലന്റ്. നിങ്ങൾക്ക് അത് സെറ്റിൽ ഉപകാരപ്പെട്ടോ ഈ ഡയറക്ഷൻ സ്കിൽ? ഈ കാണുന്ന റീലില്ലേ, ഇപ്പൊ 2 റീല് നമ്മൾ ഇട്ടു. ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള റീലുണ്ട്, വേറെ റീൽ അല്ലാത്തതുണ്ട്. ഇത് രണ്ടും ഡയറക്ട് ചെയ്ത് ഇദ്ദേഹം അക്കൽ കബലി രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു, അവർ ഷൂട്ട് ചെയ്യുന്നു. എല്ലാരെയും ട്രോളി കൊണ്ടാവും, ഇൻക്ലൂഡിങ് പ്രൊഡ്യൂസർ. പാവം ചില്ലറയൊക്കെ തുറക്കുന്ന ഒരു ഇതൊക്കെ സംഭവം. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ റീൽ ആദ്യമായിട്ട് ഷെയർ ചെയ്തപ്പോ ഡയറക്ടറിനെ പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും ചിരി വന്നു. പുള്ളിക്ക് ഒരു മുണ്ട് മേടിക്കാൻ പോലും കാശില്ല. നീ ആ ഡയറക്ടറിനെ കണ്ട, അങ്ങേർക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു മുണ്ട് പോലും ഇല്ല. സംഭവം എല്ലാവരും ആ റീല് കാണുന്ന ഒരു മൂഡാണ് ശരിക്കും അവിടെയുള്ള ടീം ഫുള്ളും അങ്ങനെയാണ്. എല്ലാവരും ഒരു ഭയങ്കര ജോളി, ആരും ഇങ്ങനെ മാറിയിരിക്കുന്ന അങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തമാശക്ക് പറയട്ടെ, അങ്ങനെ ദാരിദ്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ളത് ഇതിന്റെ പ്രൊഡ്യൂസർ ജിനി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു സിനിമയാണ്, വലിയ സാർക്കാസ്റ്റ് ഒന്നും ഇല്ല. ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഈ കഥയും തിരക്കഥയും കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചു വരുന്ന അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ അധികം ഇല്ല. അപ്പൊ എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം, റെസ്പെക്റ്റും എല്ലാതും അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ വന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ സിനിമ ചെയ്യാൻ പറ്റി, കോൺഫിഡൻസ് കിട്ടി അല്ലെ, നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. പിന്നെ ഇപ്പൊ ഈ പോസ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിലും അതിനകത്ത് ഒരാള് ഓട്ടോ ഡ്രൈവറിന്റെ വേഷം ഇട്ട് നിൽപ്പുണ്ട്. ബാക്കി വിശാഖാണ് ഇതിനകത്ത് തൊഴിലുള്ള ഒരാള്. ബാക്കി എല്ലാവരും തൊഴിൽ രഹിതരാണോ? ആ ഓട്ടോയുടെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ തൊഴിലുള്ള ആളാവോ? അല്ല, എന്നാലും നമുക്ക് അങ്ങനെ ഒരു ഇത് വരുമല്ലോ, ഒരു എന്തെങ്കിലും ഒരു ജോലി ഉണ്ട് എന്ന്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഓൾമോസ്റ്റ് ഇതില് അഖിലണ്ണന്റെ ക്യാരക്ടറിന് ഇതുണ്ട്, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളൊരു ലേബലുണ്ട്. പിന്നെ അർജുനൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, പക്ഷെ അവനെ തന്നെ അർജുൻ എന്നാണ് വിളിക്കുക. അർജുനൻ എന്നാണ് പേര്. അപ്പൊ ഒരു കഥയുടെ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോ തൊട്ട് പുള്ളിയെ വിളിക്കുന്നത് അർജുൻ എന്നാണ്. പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കല്യാണം ഒരിക്കലും നടത്തിക്കില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു അസോസിയേഷൻ പോലെയുണ്ട് ആ ഗ്രാമത്തില്. അതിന്റെ പ്രസിഡന്റിന്റെ മകനായിട്ടാണ് കാർത്തി അഭിനയിക്കുന്നത്. കാർത്തിയുടെ ക്യാരക്ടറിന്റെ പേര് ചൊവ്വ വേണു. ചൊവ്വാദോഷമുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ചൊവ്വ വേണു. അപ്പൊ ഈ ചൊവ്വാദോഷം കൊണ്ട് കല്യാണം കഴിക്കാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഞാൻ. അച്ഛൻ എന്ന് പറയുന്നത് ആ നാട്ടിൽ ആരും കെട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവനെയും കെട്ടാൻ സമ്മതിക്കില്ല. അതെന്താ അങ്ങനെ? ആ നാട്ടിലൊരു കോമ്പറ്റീഷൻ, ആ നാട്ടിൽ ആ ഒരു കോമ്പറ്റീഷൻ. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയ ആൾക്ക് അവിടെ ഒരു മുടക്ക് ദണ്ട് കൊടുക്കും, ഒരു വലിയൊരു അതൊരു വലിയ സെലിബ്രേഷൻ ആണ്. അവിടെ അവിടെ കല്യാണം നടക്കുന്നതൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെയാണ് അങ്ങനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുക, വേറെ വഴിയില്ല. അപ്പൊ ഈ കുഞ്ഞിരാമായണത്തിലെ മറ്റേ സൽസ ബുക്കിൽ ഒരു ശാപം ഉണ്ട് എന്ന് പറയുന്ന പോലെ ആ സ്ക്രിപ്റ്റ് വായിക്കുന്ന
കളിക്കുമ്പോ നമുക്കൊരു കുഞ്ഞിരാമായണം ഒരു ദേശം village, vibe. എനിക്ക് മറ്റേ ഇതില്ലേ പഴയ ഒരു സിനിമയുണ്ട് നമ്മുടെ പെരുവണ്ണാമരത്ത് വിശേഷം. എനിക്ക് ആ ഒരു മൂഡായിട്ട് തോന്നി. ഇനി നിങ്ങളല്ല പെരുവണ്ണാമരത്തുകാർ മുഴുവൻ പറഞ്ഞാലും ഞാൻ പോവില്ല. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ്. പെരുവണ്ണാപുരം അതിനകത്തിലേക്ക് ഒരു ഫിക്ഷൻ എലമെന്റ് കൂടെ ചേർത്താൽ, അതെ. കാരണം അതിനകത്തിൽ ജയറാമിന്റെ കല്യാണം നടക്കാനായിട്ട് ഒരു ഗ്രാമം മുഴുവൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന നിൽക്കുന്നു. പോലെയാണ്. പക്ഷേ ഈ കല്യാണം നടക്കാൻ ഗ്രാമം മുഴുവൻ എതിർത്ത് നിൽക്കുവാണ്. നേരെ തിരിച്ച അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. വേറെ ഒന്നുമല്ല, വത്സല ക്ലബിൽ നിങ്ങൾ 3 പേരും എന്ന് വിചാരിക്കാം. ഇപ്പൊ ഓണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സമയമാണല്ലോ. അപ്പോ ഓണക്കാലത്ത് വത്സല ക്ലബിൽ ഒരു ഓണപരിപാടി സംഘടിപ്പിക്കുകയാണ്. അതിൽ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് ഓരോ കോമ്പറ്റീഷൻ സെറ്റ് ചെയ്യണം. എന്തൊക്കെ കോമ്പറ്റീഷൻ ആണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കാം. അതിങ്ങനെ അതായത് ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബ് കുറച്ച് ഗെയിംസ് ഉണ്ടാക്കുക. ഗൗരി ഒന്ന് അത് കുറച്ച് ഫിസിക്കൽ പറഞ്ഞു. ആയിരിക്കണം, ചിലപ്പോൾ കുറച്ച് ഫണ്ണാവാം, ഡിഫറെന്റ്. ഇപ്പൊ ഇത് ഒരു പുതുമയുള്ള സബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ട് പുതുമയുള്ള എന്തെങ്കിലും ഗെയിംസ് കൊണ്ടുവരാമെങ്കിൽ അങ്ങനെ. ആ പുതുമ എഴുതിയത് റൈറ്റർ അല്ലേ, ഇല്ലല്ലോ. എന്നാൽ നിങ്ങളും അതിന്റെ ഭാഗമാണല്ലോ. നിങ്ങളുടെ എന്തുതരം ക്രിയേറ്റിവിറ്റി, ഗെയിമാണ് അതായത് ഒരു എക്സാമ്പിൾ കാണിക്കും. ഫോർ എക്സാമ്പിൾ എന്നോടാണ് ടാസ്ക് പറയുന്നതെങ്കിൽ ഞാൻ പറയും കലന്തല്ലി പൊട്ടിയിട്ട് ഒരു ഗെയിമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് കലന്തല്ലി പൊട്ടിയിട്ട് തൂക്കിയിട്ടിട്ട് അതെ കലന്തല്ലി പൊട്ടിയിട്ട്. ഓക്കെ, അതാണ് എന്റെ ഗെയിം. അതുപോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ഒരു 5 ഗെയിം, എന്നിട്ട് എപ്പോ കളിക്കും? കളിക്കണ്ട, പ്ലാൻ ചെയ്യാം, ഗെയിം പ്ലാൻ ചെയ്യാം. അത് കഴിയുമ്പോൾ ടാസ്ക് ഞാൻ തരാം. അങ്ങനെ അത് കഴിഞ്ഞ ഞാൻ വടംവലി ഇതിനകത്തൊരു വടംവലിയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട്? കാരണം വത്സലയുടെ താഴെ കണ്ടോ, ആ വത്സല എന്ന് പറയുന്ന ചേച്ചിയില്ല അവിടുത്തെ, ആ ചേച്ചി തൂങ്ങി മരിച്ചത് ആ കയറാണ്. അപ്പൊ ആ ചേച്ചിയുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് പോലീസുകാർ തൂങ്ങി മരിച്ച എടുത്തേക്കുന്ന ഒരു ഫോട്ടോയാണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. തൂങ്ങി നിൽക്കുന്നത്. അവർക്ക് മക്കളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവര് ഞങ്ങൾക്ക് കഴിക്കില്ല. അപ്പൊ ഞങ്ങൾ ക്ലബ്ബാക്കി മാറ്റി. അവരുടെ ഓർമ്മയിൽ. അപ്പം അപ്പൊ ഞാൻ സുന്ദരിക്ക് പൊട്ടുകൂടി. സുന്ദരിക്ക് പൊട്ടുതൊടൽ, വടംവലി. ഞാൻ മറ്റേ ബിസ്ക്കറ്റ് ഇനി ഞാൻ വേറൊരു ഗെയിം കൂടെ തരാം, തവളചാട്ടം. ഓക്കെ, അപ്പൊ ഇപ്പൊ 5 ഗെയിം ആയില്ലേ മൊത്തം? കലന്തല്ലി പൊട്ടീര്, തവള ചാട്ടം, സുന്ദരിക്കൊരു പൊട്ടുകുത്തൽ, വടംവലി, മറ്റേ ബിസ്ക്കറ്റ് ആയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു സെറ്റിനകത്ത് എല്ലാരെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഗെയിംസിൽ ആരായിരിക്കും വിന്നർ? അതിന്റെ കാരണം എന്തായിരിക്കും? അതാണ് എന്റെ ടാസ്ക്. വടംവലിയിലാണെന്നുണ്ടെങ്കിൽ വിന്നേഴ്സ് 2 പേര് സാധ്യതയുണ്ട്. വിശാഖ് ഒന്നും ഞങ്ങളുടെ കണ്ടു പ്രൊഡക്ഷൻ കണ്ടോളുണ്ട്. മുരുകണ്ണ എല്ലാത്തിനും ശരി മൂപ്പരാണ് വടംവലിയിൽ എന്താ പറയാ, മറ്റേ കൂടെ നിറങ്ങുന്ന അടി എന്ന് പറയില്ല. അപ്പൊ എന്താ പറയാ, വിന്നർ ഉറപ്പായിട്ടും വിശാഖും അഖിലും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും. സൈസുള്ള ആൾക്കാർ ഫിസിക്കലി ഫിറ്റ്. അത്ര കാഴ്ചയിലുണ്ടെന്നെങ്കിൽ അത്ര കിട്ടും വയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടാണോ ആയിരിക്കും. ഫിസിക്കൊക്കെ ശ്രദ്ധിക്കുന്ന ആള് തന്നെ. അതെ, കാരണം ഇപ്പൊ ബോഡി ട്രാൻസ്ഫോർമേഷന്റെ കാര്യം പറഞ്ഞപ്പോ ശരിക്കും ചേട്ടൻ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയില്ലായിരുന്നോ? ഞാൻ മെക്സിക്കൻ അപാരതയ്ക്ക് വേണ്ടി അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മെക്സിക്കൻ അപാരതയ്ക്ക് മുമ്പ് വരെ ഞാൻ തീവ്രം സംവിധാനം ചെയ്യുമ്പോഴും യൂട്യൂബ് റൂട്ടും സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ 100 കിലോ ആയിരുന്നു. ഭയങ്കര തടിയായിരുന്നു, ഒബീസായിരുന്നു. പിന്നെ മെക്സിക്കൻ അപാരത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ 100-ൽ നിന്നും 73 കിലോയിലോട്ട് കുറച്ചാണ്. ഇപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം. അപ്പൊ അവർ 2 പേരായിരിക്കും വടംവലിയിൽ വിന്നേഴ്സ്. 3 പേര്. സോറി, അമ്പി, വിശാഖ് ആൻഡ് അഖിൽ ചേട്ടൻ. ഓക്കെ, ആൻഡ് സുന്ദരിക്കൊരു പൊട്ടുകുത്തലിന് ആരായിരിക്കും വിന്നർ? അത് കാർത്തിക്. കണ്ണ് കടച്ചിട്ട് ഒരു സുന്ദരിയുടെ ഫോട്ടോ കാണും. അപ്പൊ അത് കാരണം സുന്ദരിമാരെയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ? സുന്ദരിമാർക്ക് കാണുമ്പോ സുന്ദരിമാര് ഓടിയിട്ട് അല്ല, അതുണ്ടായിരുന്നു. എന്താണ് കാർത്തിക്, അത്രയ്ക്ക് ദാരിദ്ര്യമാണോ? അല്ല, ദാരിദ്ര്യം അല്ല. അങ്ങനെയുള്ള സാഡ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ കാർത്തികേട്ടനെ? അങ്ങനെയല്ല, ഈ കഴിഞ്ഞ എല്ലാ ഇന്റർവ്യൂസിന് പോകുമ്പോഴും ഈ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമുള്ളൂ, എന്താ കാർത്തികേട്ട കല്യാണത്തിനെ പറ്റിയുള്ള സങ്കല്പം? കേട്ട് 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 വിന്നർ കാർത്തികേട്ടൻ ഉറപ്പിച്ച്, വേറെ ആരും ഇല്ല. എനിക്ക് കൂട്ടത്തിലാണ് ശൗര്യം കൊടുത്താ. ശൗര്യനെയാ മറ്റേ ക്യാമറ ശൗരി. ഓ, അങ്ങനെ പ്രമോയിലുണ്ടായിരുന്നു മറ്റൊരു ചേച്ചീന്റെ ക്യാമറ ഓപ്പറേറ്റ്. ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, അജി മസ്കറ്റ്. 26 മണിക്കൂർ പെണ്ണുങ്ങളെ കിടന്ന് വരവാ. അങ്ങനെ ഒരു അജിചേട്ടൻ കാർത്തിക്. ഓക്കെ, അപ്പൊ അജിചേട്ടനും കാർത്തികുമാണ് സുന്ദരിക്കൊരു പൊട്ടുകുത്തൽ വിന്നേഴ്സ്. ബിസ്ക്കറ്റ് കടി
അപ്പൊ ഡെഫിനറ്റ്ലി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ആളായിരിക്കുമല്ലോ. അതുപോലെ തന്നെയല്ലേ? അതാരാ? അതുപോലെ തന്നെയല്ലേ? കാർത്തിക് 2 പ്രൈസ് കിട്ടും അല്ലേ? ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ പോണ സാധനം. അല്ല, ഈ ബിസ്ക്കറ്റ് തൂക്കി ഇടുമ്പോ നമ്മളിങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ കഴിക്കണം. ഓ, അല്ലെങ്കിൽ അത് ഗൗരിക്ക് മാത്രമേ പറ്റുള്ളൂ. ചാടാനാണെങ്കിൽ ഗൗരിക്ക്. ഗൗരിക്ക് ഗൗരി ഫിസിക്കലി ഈ സിനിമയില് എത്ര ഫൈറ്റ് ഉണ്ടെന്ന് അറിയോ ഗൗരിയുടെ? ഞാൻ ഒരു മതിലേന്നുള്ള ഒരു പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു, മതിലേന്ന് ചാടുന്നത്. അതൊന്നും അല്ല. ഞങ്ങള് ശരിക്കും സിനിമയിലും കഥയിലും ഗൗരി ഇടിയും ഞങ്ങൾ പിടിച്ചു മാറ്റും, ഗൗരിനെ പിടിച്ചു മാറ്റും. ആ അവസ്ഥ. എത്ര പേർക്ക് അടി ഇടിയുണ്ടെന്ന് അറിയോ? ഞാൻ ഒഴിച്ചു ഭാഗ്യം. ഞാൻ കാർത്തിക് ഒന്നും ചെയ്തില്ലല്ലോ. വക്കീൽ കവിവറിന് കാരണം അത് അഖിലണ്ണനെ ഒരു അടിക്കുന്ന ഒരു സീനാ. അപ്പൊ ഒരു ഷോട്ട്, അപ്പൊ അതെടുത്തു കൊണ്ടു, നല്ല പടാർന്ന് കേട്ടു. അഖിലണ്ണ ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് അഖിലണ്ണം വിചാരിച്ചു ഈ അടി കൊണ്ടതിന്റെ ഇതിലേ സോറി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമെന്നൊക്കെ. അപ്പൊ അഖിലണ്ണ ഇങ്ങനെ അടി കൊണ്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് പുള്ളിക്കാരത്തി അടി ശരിയല്ല, വേറെ ലൊക്കേഷൻ ഇതിലോട്ട് ചിന്തയിലോട്ട്, അത് ക്യാരക്ടർ വിടാതെ. അപ്പൊ പുള്ളിക്കാരൻ മനസ്സിലായി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നേരെ നിന്നാ മതി. അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്നു, അപ്പൊ ഞാൻ ഇച്ചിരി ഇതാവണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. അപ്പം കൗണ്ടർ വെച്ചില്ല അന്നേരം വേറെ ഏതോ ഷോട്ടിന്റെ വൈഡ് വെച്ചു. എന്നിട്ട് വേറെ കൗണ്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇത് എടുത്തു. അപ്പോഴത്തേക്ക് പുള്ളി ഇത് മറന്നുപോയി. പിന്നെയും കൊണ്ടുവന്ന് ചെള്ള വെച്ചു കൊടുത്തു. സാധാരണ നമ്മൾ അടിക്കുമ്പോ നമ്മളൊരു ഗ്യാപ്പ് നോക്കി ക്യാമറ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ. പക്ഷെ ഗൗരി ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ജീവിക്കുകയാണ്, അഭിനയിക്കുകയാണ്. നല്ല ക്വാളിറ്റി കേട്ടോ, ഭയങ്കര നല്ല ക്വാളിറ്റി. റിയൽ ആയിട്ട് ഒരാളെ തല്ലിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. പണ്ട് സ്കൂളിൽ അതുപോലെയല്ലേ ഇത്? ഓ, അത് ശരി. അപ്പൊ പണ്ട് പോലുള്ള ശീലമാണ്. അത് അവരുടെ ബിഹേവിയർ ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തത്. അത് നല്ല കാര്യമാണ്. എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ സ്ത്രീകൾ റിയാക്ട് ഭയങ്കര ഇതൊന്നുമല്ല, പാവം അഖിൽച്ചേട്ടൻ. എനിക്ക് പിന്നെ ഇപ്പോഴും ഈ എല്ലാ ഇന്റർവ്യൂസിലൊക്കെ ഇവര് അറിയുമ്പോ ഉണ്ടല്ലോ, ഇത് കേൾക്കുമ്പോ എനിക്കൊരു ഓക്കെ. വിനീതോട്ട് അഭിനയിച്ചെന്താ പേരുമ്പോ? ഗൗതം ശശി സ്റ്റാൻഡപ്പ് കോമഡിയൻ ഒരു പയ്യൻ മൂപ്പരിൽ അഭിനയിച്ചിട്ടുണ്ട്. മൂപ്പരും വളരെ ഇമ്പോർട്ടന്റ് ആയ ക്യാരക്ടർ. അവന്റെ കാലൊക്കെ പിടിച്ച് വളച്ച് ഒടിച്ച് അവസാനം ഞാൻ വെച്ച് ലിഗ്മെന്റ് ഇതൊക്കെ ശബ്ദം കേട്ടു. ഞാൻ ഗൗതം ശശിനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷോട്ടിന്റെ ഇടയിൽ എന്താ പറയാ, ഗൗതമിന്റെ കാലിനെ വളയ്ക്കുന്ന സമയത്ത് ഞാൻ ഗൗതത്തിന്റെ മുഖത്ത് നോക്കുക. അവനെ നോക്കില്ല, ചേട്ടാ കട്ടുപറ. നിങ്ങളെന്താ എനിക്ക് അടിയും കിട്ടിയ കാര്യം ഇവിടെ പറയാത്തത്? അതെനിക്ക് കേൾക്കണം. ശരിക്കും ആർക്കൊക്കെ പരിക്ക് പറ്റി? ഇപ്പൊ ഗൗരിക്ക് പരിക്ക് ഏറ്റവും പരിക്ക് പറ്റിയ ഒരാളുണ്ട്, വിശാഖ എന്ന് പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞു. വിശാഖ അദ്ദേഹത്തിന്റെ കൈ കടിച്ചു പറിച്ചു. അതെന്താ അറിയോ? അതെന്താ അറിയോ, എന്റെ അടുത്ത് വിശാഖേട്ടൻ പറഞ്ഞു, എടാ നീ കടിച്ചോ റിയൽ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റില്ല. കടിച്ചപ്പോ ഞാൻ ഇമോഷനിൽ നിൽക്കുമല്ലേ, അപ്പൊ ഞാൻ കടിച്ചപ്പോ ഞാൻ ഇമോഷനില് ഭയങ്കര കുറച്ചധികം കടിച്ചു പോയി. അങ്ങനെ കളറൊക്കെ മാറി ഇങ്ങനെ. അല്ല, അതല്ല, അവൻ എന്റെ അമ്മയെ അഭിനയിക്കുകയും ചെയ്തു. ഡയറക്ടർ പറഞ്ഞു അത് 2 ടേക്ക് പോയി. ഡയറക്ടർ പറഞ്ഞ വിശാഖ അത്ര വേണം താത്തി പിടിക്കുന്നത്. ശരിക്കും അത് അതെല്ലാം കേട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു മട്ടന് റോളക്സ് വാച്ച് മാതിരി സാധനം കഴിയുമ്പോ ക്യാരക്ടർ കയറിയ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂല. അല്ല, ഇത് പോയിക്കേ, ഗൗതം ശശിയും ഞാനും കൂടെ ഉണ്ടായിരുന്ന ആ ഫൈറ്റ് സീക്വൻസിൽ എനിക്ക് പറ്റിയത് ഇവിടെ എന്തുകൊണ്ട് പറയില്ല. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നമ്മളുടെ സ്ത്രീകളുടെ ഗൗരിയിലെ കാലം പിടിച്ച് വളച്ചത് എനിക്ക് ആ നടനത്തോടെ എനിക്ക് നല്ല ഇടി കിട്ടി. അതൊന്നും ഇവിടെ ഒന്നും പറയാത്ത നമുക്ക് മനസ്സിലാവണ്ടേ, പയറ് പോലെ നിക്കല്ലേ. അതിപ്പോ നമ്മളെ കാണിക്കോ പുറത്ത്? ശരിക്കും പറ്റുമോ വരിക്കെന്തെങ്കിലും? ചുമ്മാ ശരിക്കും ഗൗരി ശരിക്കും ജൂഡോ കരാട്ടെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് എന്തോ ഇത് എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റത്തെ സംഭവത്തിന് അതിന് മുന്നേ ഉള്ളതിന് എല്ലാത്തിനും ഇത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായി. ബെനത്തു, അതായത് ഗൗതം ശശിയുടെ കൂടെയുള്ള ആ സീനിൽ നമ്മളിങ്ങനെ അത് ആക്ച്വലി കൊറിയോഗ്രാഫ്ഡ് അല്ല. അപ്പൊ നമ്മൾക്ക് പറഞ്ഞ ഗൗരി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു പറഞ്ഞു. അപ്പൊ ഞാനും അവനോട് പറഞ്ഞടാ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്തു. പക്ഷെ അവന് പേടി, അവൻ എല്ലാത്തിനും ഇങ്ങനെ പേടിച്ച് നിൽക്കും. പേടിയുണ്ട്. ഇവൻ സംഭവത്തിനോട് ഇവനും എന്നെ അടിക്കുന്നുണ്ട്, ഞാനും എന്നെ അടിക്കുന്നുണ്ട്. നമ്മള് ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു. എന്ത് പറഞ്ഞാലും എന്താ പറയാ, ഒരു കാർ റെഡിയാക്കി വെച്ചിരുന്നു. ഇതിന് പറ്റിയ പൊക്കെടുത്ത് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ സംഭവം. ഒരു പേടിയില്ലാണ്ട് വന്ന ഗൗതം ശശി ഇവരെല്ലാരും കൂടെ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ പറ്റി, ഇവർക്ക് ഇങ്ങനെ പറ്റി, നീ ഒരു നിനക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ, ആംബുലൻസ് നമുക്ക് റെഡിയാക്കി വെക്കാം, ഇവളായതുകൊണ്ട് സൂക്ഷിക്കണം, ഇങ്ങനെ പറഞ്ഞപ്പോ പുള്ളി ഭയങ്കര
പേടിക്കാൻ തുടങ്ങി. പോയി. അതുകൊണ്ട് അവൻ ആ ക്യാരക്ടർ നന്നായി ചെയ്യുകയും ചെയ്തു കേട്ടോ സിനിമയിൽ. എന്തായാലും ആ സീൻ നല്ലതായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റി. അപ്പൊ ബിസ്ക്കറ്റ് കടിക്കും ഗൗരിക്ക്. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ഗെയിംസ്. തവളച്ചാട്ടം അതാരായിരിക്കും? തവളച്ചാട്ടം എന്ന് പറയുമ്പോൾ അതിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം നമുക്ക്? തവളച്ചാട്ടം ഇരുന്ന് നിൽക്കുന്ന അതെ, പക്ഷെ അത് നമുക്ക് ഒരാളുടെ ഒരു ഹ്യൂമൻ ക്യാരക്ടറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? തവളച്ചാട്ടത്തെ ഞാൻ അടിക്കും. അവിടെ ആരും അടിക്കില്ല. അവിടെ ഞാൻ സമ്മതിക്കാം. അത് ഞാൻ- ചാടുന്ന പക്ഷെ ബിസ്ക്കറ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് ചെയ്യാൻ ഫുഡിയാണോ? അത്ര ഫുഡിയൊന്നുമല്ല. നിങ്ങളുടെ കൂടെ ആരായിരുന്നു ഏറ്റവും ഫുഡിന് വേണ്ടി എന്തും ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഇവന് സ്വീറ്റ്സ്, ഇവൻ മറ്റേ മധുരപ്രാന്തം എന്ന് പറയില്ലേ, എന്നിട്ട് എങ്ങനെ ഈ ലൈക്ക് ഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു? അത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം പുറത്തേക്ക് ചാടും. വേറെ കാര്യം, പണ്ട് ഞാനിതൊക്കെ തന്നെ ആയിരുന്നു. മധുരപ്രാന്തം എന്ന് പറഞ്ഞാൽ ദിവസം എത്ര സ്വീറ്റ്സ് കഴിക്കും? അല്ല, ഞാൻ സ്വീറ്റ്സ്, സ്നാക്സ്, ഈ ചെറിയ എണ്ണ പലഹാരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ചുകൂടെ, കാരണം എന്റെ റൂമിൽ എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും. റൂമിൽ അങ്ങനെയല്ല ഞാൻ അറിയോ? അത് അതല്ല. പക്ഷെ ഇത് ചെറിയ പലഹാരങ്ങളൊന്നുമല്ല. ഇവര് ഏതെങ്കിലും ബേക്കറി പോയിട്ട് ഈ പറയുന്ന കഴിക്കാൻ പാടില്ല സാധനമൊക്കെ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഞങ്ങൾക്ക് എടുത്ത് കഴിക്കാറുണ്ടായിരുന്നു, തരുകയോ ചെയ്യും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവര് ഇത് ഇങ്ങനെ ഇതേ കഴിക്കൂ മെയിനായിട്ട്. ഞാൻ വേറെ സത്യം പറയട്ടെ, ഗൗരി ഫസ്റ്റ് ഡേ ഒന്ന് അഭിനയിക്കുന്ന സീൻ ഞങ്ങളെല്ലാവരും കണ്ടു. അപ്പൊ അതിൽ ഈ അമ്പി പ്രദീപിനെ ചവിട്ടി അമ്പി പ്രദീപ് ഡോറും പൊളിഞ്ഞ് നിലത്ത് വീഴുന്ന ഒരു സീനാണ്. അപ്പൊ അമ്പിനെ ചവിട്ടിയില്ല, കാരണം അമ്പിക്ക് എന്താ പറയാ, ഗൗരി നിൽക്കണം നിൽപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. ഗൗരി അമ്പി പറഞ്ഞ് ഞാൻ തന്നെ വീണോളം ചവിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പൊസിഷൻ നിൽക്കുമല്ലോ, ഒരു കാലിങ്ങനെ പൊക്കി നിൽക്കുന്ന സാധനം, അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, മക്കളെ സൂക്ഷിച്ചോ, ഈ കൊച്ചിന് കളരി അറിയാം. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. അതിനുശേഷം എല്ലാവർക്കും ഗൗരിനെ കാണുമ്പോ പെങ്ങളെ റെസ്പെക്ട്. വെറുതെ എന്നെ എല്ലാവരും പെങ്ങളായിട്ടാ ട്രീറ്റ് ചെയ്ത അവിടെ. ഒരു സംശയമുണ്ട്, ഇനി ജീവിതകാലം മൊത്തം അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഡയറക്ടേഴ്സ് അല്ലേ? ഇനി നിങ്ങളുടെ ഡയറക്ഷനില് നമുക്ക് മൂവീസ് ഉടനെ പ്രതീക്ഷിക്കാവോ? ഫസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഞാൻ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു, അത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ നോക്കാം. പിന്നെ അതല്ലാണ്ടും നമ്മൾ വേറെ ഇഷ്ടംപോലെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കും. സോ അത് മെറ്റീരിയൽ ആയതിനു ശേഷം അനൗൺസ് ചെയ്യാന്ന് വെച്ചു. കാർത്തി ടക് 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 എനിക്ക് കാർത്തിയിൽ ഭയങ്കര അസൂയുള്ള ആളാണ്. കാരണം വെച്ചാൽ നമ്മള് ഇപ്പോൾ എനിക്ക് എൻ്റെ കഴിവുകേടാണ്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ തിയേറ്റർ സിനിമ മറ്റേത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സന്നാഹം തന്നെ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ഒരു വലിയൊരു സംഭവമുണ്ട്. അത് ഒരുമാതിരി എല്ലാം ഫിലിം ഡയറക്ടേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നം. കാരണം നമുക്ക് ഒരു കാസ്റ്റ് ഉണ്ടാക്കി എടുക്കണം, അതിൻ്റെ പ്രൊഡ്യൂസർ വേണം, പ്രൊഡക്ഷൻ വേണം, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ കാർത്തി ഇപ്പുറത്തെ സൈഡിൽ ഒരു സാധനം ഇരുന്ന് ആലോചിക്കുന്നു, ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് എഴുതുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഇതേ ഇട്ട് പോയി സാധനം കഴിഞ്ഞു. വെയിറ്റിംഗ് ഒന്നും ഇല്ല. അപ്പൊ എനിക്കത് ഭയങ്കര അസൂയുള്ള കാര്യം. കാരണം കാർത്തി ഭയങ്കരമായ ഒരു ഗോളും വിഷനൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാർത്തി വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു മിനി സ്റ്റുഡിയോ ആണ്, അവിടെ എല്ലാതും ഉണ്ട്. അതെ, അമ്മ പറയും അവിടെ കാർത്തികന്റെ അമ്മ, അമ്മ പറയും. അപ്പൊ ഞാൻ ഭവാനമ്മ വിളിക്കുന്നത്. അവൻ ഇവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഷൂട്ടുള്ള ദിവസം ഇങ്ങനെ 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 മാറ്റി നടക്കണം എന്ന് എപ്പോഴും പറയും. അവിടെ ചെന്ന് കയറി ഇങ്ങനെ ഇങ്ങനെ മാറ്റി നടക്കണം, ഷൂട്ട് സ്പേസ് വീട് ഫുള്ളും ഇങ്ങനെ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തേക്കുമായിരിക്കും. എന്റെ വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്, ഗുഡ് ബൈ ഗോസ്റ്റ്. ഗുഡ് ബൈ ഗോസ്റ്റ് എന്ന് പറഞ്ഞ ഗുഡ് ബൈ ഗോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതില് സൈക്കാട്രിസ്റ്റ് ആയിട്ട് ഒരു പോയിന്റിൽ മൂന്നാമത്തെ എപ്പിസോഡ്, നാലാമത്തെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ പെട്ടെന്ന് അങ്ങനെ കണ്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ സെയിം പിഞ്ച്, അങ്ങനെ കുറെ ആ പേരുകളും ഭയങ്കര വെറൈറ്റി. ഈ പേരൊക്കെ ആരാ കണ്ടുപിടിക്കുന്നത്? ഞാൻ തന്നെ. സെയിം പിഞ്ച്. ഓക്കെ, ഗുഡ് ബൈ ഗോസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്ത് അതിനകത്തിൽ തന്നെ ഉള്ള ആര്യ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അല്ല, ഇത് ഒരു സകലകല വല്ലഭരാണ്. പറഞ്ഞ പോലെ പാട്ട് പാടും. അതെ, പാട്ട് പാടും. ഇപ്പൊ ഞങ്ങൾ അനാഥരല്ല, ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ആ പാട്ട് പാടണ്ട, വേറെ ഏതെങ്കിലും പാട്ട് പാടാവോ? പാട്ടൊന്നും നമുക്ക് ശരിയാവില്ല. അത് എന്ന് പറയുമ്പോ ഒരു ഫൺ മൂഡില് ചെയ്ത സാധനം. അത് മാധവ് വരെ അത് മൂപ്പര് വരെ പ്രൊമോട്ട് ചെയ്തു. അതൊരു ഫൺ എപ്പിസോഡായിട്ട് പോകുന്നവരാ. അത് ഇവന് സീരീസിൽ അങ്ങനത്തെ ഒരു മ്യൂസിക്കിന്റെ ആവശ്യം വന്നു, അത് വേണ്ടി കമ്പോസ് ചെയ്തു. പിന്നെ ആൾക്കാർ റിക്വസ്റ്റ് കൂടിയപ്പോൾ അത് വേറെ സോങ് ആയിട്ട് കമ്പോസ് ചെയ്തു. ഫൺ. പക്ഷെ ഞാൻ ഇന്നാൾ ഇതിൽ ഇറങ്ങിയിട്ടില്ല. കാർത്തി ഒരു പുതിയൊരു സോങ് തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് എന്താ ഇറക്കാത്തെന്ന് ചോദിച്ചു. അല്ല, ഒന്ന് ഇറക്കണം, പാട്ടിപ്പോ ചെയ്തു വെച്ചിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് എടുത്ത് അങ്ങനെയല്ല, ഒരു ഒറിജിനൽ ഇവിടെ എന്തും പോകും. അവനെ പറ്റൂട്ട വേറെ ആർക്കും. പാട്ട് ഞങ്ങൾ അഭിനയിക്കുന്ന എന്ന സാധനത്തില് ഇവൻ ക്യാമറയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചപ്പോ ഇവൻ അതിൽ ക്യാമറ പിന്നെ നിൽക്കുകയാണെങ്കിൽ ആരെ ഇവിടെ നിന്ന് അഭിനയിക്കണ്ടേ, ഇവനത് ഓണാക്കി വന്നിട്ട് അഭിനയിച്ചിട്ട് പിന്നെ പോയി. ഉണ്ട്. അതായത് അതില് അന്ന് വേറൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, നിസാൻ ഉണ്ടായിരുന്നു. നിസാൻ എന്തൊരു പെട്ടെന്ന് അത്യാവശ്യം വന്നിട്ട് നിസാൻ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് പോയതാ. ഇവന് സമയമില്ലാത്ത കാരണം ഇവൻ തന്നെ കയറി ഷൂട്ടിങ് ചെയ്തു.
അപ്പൊ ഞാൻ ഇത് എന്തും പോവും. ഇപ്പം ഇൻ കേസ് ആക്ടിങ്ങിലേക്ക് തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഗൗരിയുടെ പ്രൊഫൈൽ? മാർഷൽ ആർട്സ്. പ്രൊഫഷൻ ആണോ? ആ അതെ, പ്രൊഫഷൻ. ഗൗരി നല്ല ഡാൻസറാണ്. ആ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ഞാൻ ഫോറൻസിക് ആക്ച്വലി. അപ്പൊ പഠിച്ചത് ഞാൻ വല്ല ബിസിനസ് ഒക്കെ ചെയ്തു. ഫോറൻസിക് ഈ ക്രൈം സീനിലുണ്ടോ? മറ്റേ സിനിമയിലുള്ള ഇങ്ങനെ ലെൻസ് ഒക്കെ വെച്ച് നോക്കുന്നേ അതല്ലേ? സിനിമയ്ക്ക് വേണ്ടി അത് വിട്ടു. സിനിമയ്ക്ക് വേണ്ടി വിട്ടോന്നല്ല, എനിക്ക് ആക്ച്വലി നമ്മളിപ്പോ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ക്രേവിങ്സ് വേറെ എന്തെങ്കിലും ആവുമ്പോ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നിക്കാൻ പറ്റില്ലല്ലോ. അത് എന്താ കാര്യം പറയാ, ആ ഒരു പാഷനോട് ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ലേ. ഞാനിപ്പോ ഗൗരിയുടെ ഇൻസ്റ്റയിലൊക്കെ കുറെ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ വർക്ക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഗൗരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ ഗൗരിയും ഗൗരിയുടെ ഫ്രണ്ട്സൊക്കെ പെട്ടെന്ന് കാർ എടുത്തിട്ട് നേരെ ചെന്നൈക്ക് പോകും, കോയമ്പത്തൂർ പോകും. മനസ്സിലായ അവർ റോട്ടി ഇരുന്നിട്ട് അപ്പൊ തന്നെ മേക്കപ്പ് ഇട്ട് അവർ അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യുന്നു, പോരുന്നു. ആ റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഗൗരി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് അഭിനയിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഇവിടെ ഭയങ്കരമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. അപ്പൊ ചേട്ടനോടാണ് ചോദ്യമെങ്കില് സിനിമയിലല്ലായിരുന്നെങ്കിൽ ചേട്ടൻ എന്തായി തീർന്നേനെ? ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഡെൽ എന്ന് പറഞ്ഞ കമ്പനി ഇല്ലേ, അവിടെ ഞാൻ എന്താ പറയാ ഫ്ലോ സൂപ്പർവൈസർ ആയിരുന്നു, പ്രോഡക്റ്റ് ട്രെയിനർ ആയിരുന്നു. ഞാൻ ചിലപ്പോൾ ഒരു ഏരിയ മാനേജർ ലെവലിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാനൊരു ഇന്റർവ്യൂ വരെ ഞാൻ കൊടുത്തു. അപ്പൊ അങ്ങനത്തെ ഒരു ആ മാനേജർ ലെവൽ ഓഫ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എൻ്റെ ഏരിയ മാനേജർ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ കിടന്നൊരു സമയം കളയുന്നത്, നിന്റെ പാഷൻ മൊത്തം സിനിമയല്ല, അപ്പൊ നീ ഇത് റിസൈൻ ചെയ്തിട്ട് ആ മനുഷ്യൻ കാരണമാണ് ഇപ്പൊ ഞാൻ കിടന്നത്. അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന ഗൈഡ് ഹൗസിലാണ് ഒരു 6-7 മന്ത്സോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ ശരിക്കും പറഞ്ഞ അതൊരു 3 months പറയാൻ വേണ്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 months ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഞാൻ ലീവ് എടുത്ത് പോയി. ആർക്കും അവർ കൊടുത്തിട്ടില്ല, എനിക്ക് മാത്രം ഒരു തന്ന. ആദ്യത്തെ 1 month എന്ന് പറഞ്ഞു, പിന്നെ പോയി. പിന്നെ ഞാൻ ചേട്ടാ 2 month കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരൂ എന്ന് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊബേഷൻ പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ജോയിൻ ചെയ്ത് 1 week ആയിരുന്ന സമയത്താണ് എനിക്ക് സിറ്റ്കോമിലേക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് അവർ 15 days മന്ത്ലി വേണം എന്ന് പറഞ്ഞു. അപ്പൊ 15 days ഒന്നും ലീവ് എടുത്ത് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തിട്ടില്ല. അതുപോലെ നമുക്ക് പീരീഡ് നോട്ടീസ് പീരീഡ് ഉണ്ടല്ലോ, അത് പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അബ്സ്കോണ്ട് ചെയ്തതാ. പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്കോണ്ട് ചെയ്തതാ. അവരുടെ ബോണ്ടെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. ബോണ്ടല്ല, പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ പറയട്ടെ കംപ്ലീറ്റ് അബ്സ്കോണ്ട് ചെയ്ത് വന്നത് ആക്ച്വലി. അപ്പൊ അവരുടെ ഒരു കീയും പിന്നെ ഒരു ടാഗ് ഉണ്ട്, അത് ഏൽപ്പിക്കണം. ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുത്തെ ടിഎലിനോടും മാനേജറും അവർക്കൊക്കെ എന്നെ അറിയാം. ഓക്കെ, ഞാൻ അവിടെ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, അപ്പൊ അവർക്ക് എന്നെ അറിയാം. അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ അത്യാവശ്യം വന്നതാണ്, അബ്സ്കോണ്ട് ചെയ്ത് പോയതല്ല എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾക്ക് തിരിച്ചത്. അപ്പൊ അവരുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ് ശരിക്കും പറഞ്ഞ അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത് റിസൈനിങ് ആയിട്ട് മാറുന്നത്. അപ്പൊ അവര് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നോലേട്ടൻ പിന്നെ മാനേജർ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടോ? അതായത് പെട്ടെന്ന് പറയാം, ഒറ്റ ഇതേ ഉള്ളൂ. ഞാൻ ബൈ പ്രൊഫഷൻ ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആണ്. ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം എന്റെ അമ്മയാണ് ജോലി രാജിവെപ്പിച്ചിട്ട് ഇതിലേക്ക് ഇറക്കിയത്. അപ്പൊ നല്ലൊരു അങ്ങനത്തെ ഒരു അമ്മ എനിക്ക് അമ്മനെ പറ്റി പറയാതെ എന്തൊരു ഞാൻ പറയാമല്ലോ. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ആന്റീനെ കാണുമ്പോൾ എന്റെ അമ്മേനെ എനിക്ക് ഓർമ്മ വരും. ഭയങ്കര ലൈവ് ആയിട്ടുള്ള ഒരു ആന്റി. അപ്പൊ ആന്റിക്ക് ആന്റിയുടെ അഭിനയം തന്നെ നമ്മൾ ഇവന്റെ കൂടെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് പൂപ്പമോളയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും ഭയങ്കര പാഷൻ ഡ്രിവൺ ആയിട്ടുള്ള സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞാല് അങ്ങനെ. അപ്പൊ എനിക്ക് ഞാൻ എന്താ ഇത്രയും നാളെ വിചാരിച്ചെന്ന് വെച്ചാല് ഇവനാണ് ആന്റിനെ പിരിയേറ്റിയിട്ട് അഭിനയിപ്പിക്കാൻ തുടങ്ങിയ. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലായ കാര്യം വെച്ചാല് ഇത് അങ്ങനത്തെ നല്ലൊരു കാര്യമല്ലേ, അങ്ങനത്തെ അച്ഛനമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ വിട്ടിട്ട് വന്ന് കുറെ സ്ട്രഗിൾ ചെയ്ത് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറി. രാജസേന സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറി. പിന്നെ ഏതൊക്കെ പടം ചെയ്തിട്ടുള്ളത് സാറിന്റെ കൂടെ ലാസ്റ്റത്തെ 2-3 പടങ്ങൾ, ഒരു റേഡിയോ ജോക്കി 72 മോഡൽ അങ്ങനെയുള്ള ലാസ്റ്റത്തെ കുറച്ച് പടങ്ങൾ. അപ്പോൾ അതിൽ വൂണ്ടെന്നൊക്കെ പറഞ്ഞ പടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ കുറച്ച് പടങ്ങൾ ചെയ്തു. അതിനുശേഷം ഷോർട്ട് ഫിലിം ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തുന്നു. അമ്മേനെ കൂടെ ഒരു ആക്ട്രസ് ആക്കി മാറ്റി. അതെ, അത് ഞാൻ അമ്മ എനിക്ക് തന്ന ഇതിന്റെ ഒരു ഗുരുദക്ഷിണയാണ്.
അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ക്യാമറ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയത് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത്ര ഈസി ആവില്ല. ഫാമിലി ആയിട്ട് നല്ല ബോണ്ടായിരുന്നു തോന്നി മൂവി. എന്ത് കാര്യം അറിയോ, ഞാനിപ്പോ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു എറണാകുളത്ത്. പക്ഷെ ഗൗരിയുടെ അവിടെ എന്താ പറയാ, അച്ഛനും അമ്മയും ട്രിവാൻഡ്രത്താണല്ലോ വീട്. അപ്പൊ അച്ഛനും അമ്മയും അവിടെ മിക്ക ദിവസം വരാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങളെ എപ്പോഴും സ്ഥിരമായിട്ട് അങ്കിളിനെ തന്നെ സ്ഥിരം കാണാറ്, സംസാരിക്കാറൊക്കെ. അച്ഛന് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ലൈക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രോസസ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വീട് ഈ ഷൂട്ട് നടന്നതിന് കുറച്ചടുത്താണ്. ഞാൻ വേറെ സ്ഥലത്തായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പൊ ഇവർക്ക് അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ അങ്ങോട്ട് ഇടയ്ക്കൊക്കെ വരും, ലൊക്കേഷൻ വരും. പിന്നെ എന്നെ കാണാം, സിനിമ കാണാം. അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ, സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഇത് മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ റീൽസ് ഒക്കെ ചെയ്യുമ്പോ അച്ഛനെ വിളിക്കും അഭിനയിക്കാൻ. ഇപ്പൊ അഭിനയിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പണ്ടൊക്കെ ലൈക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പിടിച്ച് നിർത്തിയിട്ട് അഭിനയിപ്പിക്കും. അപ്പൊ ഇടയ്ക്ക് വീട്ടിൽ പോയപ്പോ എന്നോട് പറഞ്ഞു, ഇടയ്ക്ക് ഒരു റീൽ ചെയ്തായിരുന്നേ. അപ്പൊ അച്ഛൻ ചിരിക്കുന്ന കണ്ടിട്ട് കുറെ കോമന്റ്സ് വന്നു, ജോർജ് സാറിനെ പോലെ ഇരിക്കുന്നു പറഞ്ഞ് കമന്റ് ഒരുപാട് വന്നു. നമ്മുടെ തുടരുമില്ല ജോർജ് സാർ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് തുടരും സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ജോർജ് സാർ അടിക്കുന്ന ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ കേട്ടോ. റീൽ ചെയ്യുമ്പോ അടുത്ത റീൽ ചെയ്യുകയാണെങ്കിൽ എടുത്തോ, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പം വത്സല ക്ലബിലേക്ക് എന്തെങ്കിലും ഇൻപുട്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തു. ഡയറക്ഷൻ സൈഡിൽ വെറുതെ അനാവശ്യം പറഞ്ഞു ഒന്നുമില്ല. വത്സല ക്ലബിൽ നമുക്ക് ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും അദ്ദേഹത്തിനോട് പറയാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനൊന്നും അത് ഇതാക്കിയിട്ടില്ല. എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞോ, ഇവന്റെ സർക്കാസം ചില ആൾക്കാർ മനസ്സിലാവില്ല. ഞാൻ അതങ്ങനെ ഞാനും ആദ്യം വിചാരിച്ചുകൊണ്ട് സ്ക്രിപ്റ്റിന്റെ ശരിക്കും നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അവിടെ ചെന്നപ്പോ നമ്മൾ സ്ക്രിപ്റ്റ് കറക്റ്റ് ഡയറക്റ്റ് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തൊന്നും അല്ലല്ലോ പോയത്. അല്ല അങ്ങനെയല്ല. എന്റെ കേസ് അറിയോ, എന്റെ ഡയറക്ടർ അനുഷ് മോഹൻ ഉണ്ടല്ലോ. ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമ അനുഷിന്റെ കൂടെ. കാരണം അനുഷ് ആദ്യം ചെയ്തൊരു OTT ഡയറക്റ്റ് OTT റിലീസിന്റെ ഒരു മൂവി ആയിരുന്നു, ഹുഡു എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഇത് ഞാൻ അനുഷിനോട് രണ്ടാമത്തെ സിനിമ തിയേറ്റർ റിലീസാണ്. അപ്പോൾ എന്താ പറയുക, അനുഷ് ഞാൻ അന്ന് തൊട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, സ്ക്രിപ്റ്റ് ഉണ്ട് അല്ലാതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നമുക്ക് ക്യാരക്ടർ എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞതെല്ലാം മനസ്സിലാവും. പക്ഷെ അഭിനയിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മളെ കൊണ്ട് ഇംപ്രൂവൈസ് ചെയ്യിപ്പിക്കും. നമുക്ക് ആ ഒരു ഫ്രീഡം തരും. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ചെയ്ത് നോക്കുന്നു പറയും. ഇനി വർക്ക് ചെയ്യില്ലെന്ന് പറയാതെ വേണ്ട താത്തി പിടിക്കുന്നു പറയും. മറ്റേത് അങ്ങനെയും പറയും. വിഷനുള്ള ഡയറക്ടർ. ഇതിൽ പ്രത്യേകമായിട്ട് ഞാൻ നോക്കിക്കണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ, ഞാൻ ആസ് എ ഡയറക്ടറായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എനിക്ക്. അതിപ്പോൾ ചിലപ്പോൾ ഒന്ന് ഷൗട്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ സെറ്റ്, പ്രത്യേകിച്ച് ഈ സെറ്റിൽ വന്നപ്പോൾ, വേറെ സെറ്റുകളിലും അങ്ങനെ ശാന്തമായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സെറ്റിലൊക്കെ വന്നപ്പോൾ ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്ന ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട്, ഇപ്പം ഇദ്ദേഹത്തോട് ഇപ്പം നമുക്ക് അത് ഇച്ചിരി മാറ്റി പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാമെന്ന് പറയുന്ന ഒരിക്കലും അവിടെ ഇരുന്ന് മൈക്ക്, ഞാൻ മനുഷ്യനും മൈക്ക് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അദ്ദേഹം അടുത്ത് വന്നിട്ട് അപ്പം ഞാനിതൊക്കെ നോക്കി പഠിച്ചിരുന്നു. കാരണം ഇപ്പം നമുക്ക് വരുന്ന ഫ്രീഡം ആവട്ടെ, എന്താവട്ടെ, എല്ലാത്തിലും ഒരു ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് അദ്ദേഹം അങ്ങനെ നടക്കുന്നെങ്കിൽ, നമ്മുടെ റീലിനകത്ത് കണ്ട പോലെയൊക്കെയാണ് നടക്കുന്നെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും പോസിറ്റീവ് പറഞ്ഞില്ല, ഇതിനൊരു നെഗറ്റീവ് പറയാം. വേറൊന്നുമല്ല, ഈ അനുഷന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അഭിനയിച്ചോ അല്ലെങ്കിൽ മോശം അറിയാൻ പറ്റില്ല. അത് മാത്രം എഴുതാം. അതിപ്പം ഇങ്ങനെ ഇരിക്കുന്നു, സ്റ്റാർട്ട് ക്യാമറ റെഡി, കട്ട് പ്ലീസ്, അടുത്ത ഷോട്ട് പോവാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് പക്ഷെ ഒരു സംഭവം ഉണ്ട്, പുള്ളിയുടെ കട്ട് പ്ലീസിന് പല ടോണുണ്ട്. ആ ടോൺ വെച്ച് പിടിക്കണം. അത് ആദ്യമൊക്കെ വരുമ്പോ നമുക്കത് വെച്ച് പിടിക്കാൻ പറ്റത്തില്ല. അതൊരു നമുക്ക് നന്നായി ഇഷ്ടപ്പെടണം. കട്ട് പ്ലീസ് അങ്ങനെ പറയാം, അങ്ങനെ പറയാം. അല്ല കുഴപ്പമില്ല, ഓക്കെ ആണെങ്കിൽ കട്ട് പ്ലീസ് എന്ന് പറയാം. നമ്മളിങ്ങനെ ഇരിക്കുന്നേ, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ അടുത്ത ഷോട്ട് വെക്കാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ചെന്നിട്ട് ഓക്കെ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും പുള്ളി ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതേ ടെൻഷൻ. അപ്പൊ അന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇവരൊക്കെ മനസ്സിലാണല്ലോ വന്നേ. അപ്പൊ അന്ന് ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഇതൊന്നും മിണ്ടില്ല. പിന്നെ അടുത്ത സാധനം കമ്പോസ് ചെയ്യാൻ, അടുത്ത ഷോട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഞാൻ ഒരു ചോദിച്ചു, ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയില്ലേ, ഇതാണ് റെസ്പോൺസ്. അപ്പൊ എനിക്ക് മനസ്സിലായി മൂപ്പര് ഓക്കെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മൂപ്പര് അടുത്ത ഷോട്ട് വെച്ച് പൂജ ചെയ്യും. ഞാൻ അങ്ങനെ ഒന്നല്ല കേട്ടോ. നാളെ ഞാൻ അഭിനയിക്കാൻ വിളിക്കുമ്പോ ഞാൻ അങ്ങനെ ഒന്നേ എന്റെ കൂടെ അഭിനയിച്ചപ്പോ ഞാൻ ഡയറക്ട് ചെയ്തപ്പോ ഡയറക്ടർ കാർത്തികേട്ടൻ ഉണ്ടായിരുന്നു. സൂപ്പർ, നല്ല വഴക്ക് കിട്ടി. അത് ആ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എന്റെ പെർഫോമൻസ് കാണുമ്പോൾ.
വത്സല ക്ലബ്ബ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ചിരിച്ച് വയറുവേദന എടുക്കും. ഹ്യൂമർ, ഫുൾ കോമഡി, ഓവർ ഹൈപ്പ് ചെയ്യാം. ചുമ്മാ ഇങ്ങനെ പറയട്ടെ. അങ്ങനെയല്ല, രസമുള്ള ഫൺ മൂവി അത്ര. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത്, നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ അധികമൊന്നും ചിന്തിക്കാണ്ട് 2 മണിക്കൂർ ഒന്ന് കാണാം, പൊട്ടിച്ചിരിക്കുക, തിരിച്ച് വീട്ടിൽ പോരുക, കഴിയും. നമുക്ക് വീട്ടിലൊക്കെ ചെന്നിട്ട് അയ്യോ അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. നമ്മൾ ഈ മൂവി 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട്. ഈ 2 മണിക്കൂറോളം ഇരുന്ന് ഹാപ്പി ആയിട്ട് കണ്ടിട്ട് എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്നത് അത്രയും നമുക്ക് ചെയ്യാൻ പറ്റാം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഒരു സിനിമ ചെയ്യുന്നത്. അത്രയും അതുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ സാധനം. ഞാൻ തീവ്രം ഡയറക്ടർ സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്തും ഫാമിലി, ഭാര്യ മക്കളെല്ലാവരും വന്നിട്ട് പടം ഇരുന്ന് രാത്രിയാണ് തീവ്രം തിയേറ്ററിൽ നിന്ന് കണ്ടു. അന്ന് രാത്രി അവൻ്റെ മകള് കിടന്ന് രാത്രി കരഞ്ഞ് പൊളിച്ച് അയ്യോ എന്നെ കൊല്ലല്ലേ ഇത് കുറയട്ടെ ഇതൊക്കെ ആയിരുന്നു. അവൻ എന്നെ അടുത്ത ദിവസം വിളിച്ച് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് സമാധാനമായിട്ട് സന്തോഷം നൽകുന്ന സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അന്നോട്ട് അത് എൻ്റെ തലയിലുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി കമ്പയർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. ഗൗരിയുടെ ഉള്ളിൽ ഒരു ആസ്പയറിങ് ഫിലിം മേക്കർ എവിടെയും ഉണ്ട്. കാരണം ഗൗരി എപ്പോഴും ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ വന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് തമാശ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗൗരി എപ്പോഴും പോയിട്ട് നേരെ ക്യാമറമാൻ്റെ ബാക്കിലും മറ്റേ എന്താ പറയുക എല്ലാ സ്പോട്ടിൽ ചെയ്യുന്ന ആളുടെ കൂടെയും ഞാൻ അവിടെ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ ഒരു ഡയറക്ടർ ആയേക്കാം. ആ ഒരു താല്പര്യം കാണിക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ആണല്ലോ, എനിക്കത് ഇഷ്ടമാണ് സീരിയസ്ലി. എനിക്ക് അവിടെ കിട്ടുന്ന സമയത്ത് സ്പേസ് ഉള്ള സ്ഥലത്തല്ലേ പോയി പഠിക്കാൻ. അല്ല നല്ലതാണ്. എന്താ കാര്യം എന്ന് പറയും, ഞാൻ തീവ്രം ഡയറക്ടറിന്റെ സമയത്ത് ടോവിനോ എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു സിനിമയിൽ. അപ്പൊ ഞാൻ എപ്പോഴും ടോവിനോട് പറയാറുണ്ട്, മീൻസ് ഈ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഡയറക്ടറിന് എന്താ വേണ്ടേ എന്നുള്ള കാര്യം ആക്ടറും മനസ്സിലാവണം. മനസ്സിലായോ? അത് ചിലപ്പോൾ പറഞ്ഞില്ല, കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ ടേക്ക് പോകുമ്പോഴായിരിക്കും അപ്പോൾ ആക്ടറിന് മനസ്സിലാവും ഞാൻ ഇതാണ് ചെയ്ത് തെറ്റിൽ എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ അത് ക്യാമറയുടെ ബാക്കിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഫ്രണ്ടിൽ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്കും കാർത്തിക്കും അതറിയാം. അപ്പോൾ പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് എടുക്കണം എല്ലാ ആക്ടേഴ്സിനും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ടിങ് ഭയങ്കര സ്മൂത്താവും. ഇപ്പം ഞാൻ കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ സിനിമ 28 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറയുമ്പോൾ വലിയ ചാലഞ്ച് തന്നെയാണ്. കാരണം നമുക്ക് ബഡ്ജറ്റും ഇല്ല, അത്ര വലിയൊരു ബഡ്ജറ്റും ഇല്ല. അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സമാധാനമായിട്ട് ഷൂട്ടാണെങ്കിൽ 60 ദിവസം 70 ദിവസം ഷൂട്ട് പോയാണ്. നമുക്ക് ആ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇത്രയും ഒരു കറക്റ്റായിട്ട് ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് പോകുമ്പോഴേ ഒരു 28 ഡേയ്സ് കൊണ്ട് തീർക്കാൻ പറ്റും. ഇത് ഫെയിം ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇല്ലെങ്കിലും ആർട്ടിസ്റ്റുകളുണ്ട് ഇഷ്ടം പോലെ. ഇഷ്ടംപോലുണ്ട്, ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകൾ. മല്ലിക സുകുമാരൻ, വിനീത് തട്ടിൽ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കല്യാണമല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്, പലയിടത്തും കല്യാണങ്ങളല്ലേ, അപ്പൊ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകൾ. ഇപ്പൊ ആക്ച്വലി സിനിമയിൽ അതിനുള്ള ഒരു സ്പേസ് കുറവാണ്. ആൾക്കാർക്ക് ചെറിയ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കുറവായിരിക്കും മിക്ക സിനിമയിലും ശ്രദ്ധിച്ചാൽ. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ വരട്ടെ, ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടും. സംഭവം എന്ന് പറഞ്ഞല്ലേ, ഇത്രയും ഈ പറഞ്ഞ പോലെ 28 ഡേയ്സിൽ അത് കഴിയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കമ്മ്യൂണിക്കേഷൻ. സംസാരിക്കാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതാണ് ഭയങ്കര ഒരു എന്താ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നില്ല, അത് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവിടെ. ഫിസിക്കലി കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാലേ മനസ്സിലാവൂ. അല്ല അങ്ങനെ ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വത്സല ക്ലബിൽ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പം നമ്മുടെ മൂവി എന്നാണ് റിലീസ്? സെപ്റ്റംബർ 26 സെപ്റ്റംബർ 26 2025 മൂവി റിലീസ് ആകുമ്പോൾ നമ്മളെല്ലാം പോയി കാണും, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്.